വികസന വിരോധികളെല്ലാം കൂടി ഒരു സംസ്ഥാനതല ഐക്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച്, വികസന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇക്കൂട്ടർ തയ്യാറാകുന്നില്ല. ഓരോ മണിക്കൂറിലും പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. മാത്രമല്ല, ഒരുപാട് വ്യാജ കഥകൾ നാടിനെ തന്നെ അപകീർത്തിപ്പെടുത്തുമാറ് രാജ്യത്തും ലോകത്തും പ്രചരിപ്പിക്കാൻ പറ്റുമോ എന്നും നോക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഇത് ഒരു സർവേയിലൂടെ കണ്ടെത്തി പ്രഖ്യാപിച്ചതാണ്. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. അതേ സമയം തന്നെ ആ പ്രഖ്യാപനത്തിൽ തന്നെ മറ്റൊരു കാര്യവും കൂടി അവർ പറഞ്ഞിരുന്നു. അത് രാജ്യത്ത് കൈക്കൂലിയും അഴിമതിയും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം രാജസ്ഥാനാണെന്നായിരുന്നു. രാജസ്ഥാൻ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. കേരളത്തിൽ LDF ഭരണമാണ്. ഇതാണ് വ്യത്യാസം. വികസനത്തിൽ ബഹുഘാതം കേരളം മുന്നോട്ട് പോയി. അഴിമതി തടയുന്നതിൽ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു. അങ്ങനെയുള്ള കേരളത്തിൽ വന്നിട്ട് അഴിമതിയെക്കുറിച്ച് പറയാൻ ചില സമുന്നതർ തന്നെ തയ്യാറായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടു. ബോഫോഴ്സ് മുതൽ 2G വരെയുള്ള അഴിമതികൾ നടത്തിയവരാണ് കേരളത്തിൽ വന്നിട്ട് അഴിമതിയുണ്ട് എന്ന് ആക്ഷേപിക്കുന്നത്. പാമോയിൽ മുതൽ ടൈറ്റാനിയം വരെയുള്ള അഴിമതി കേസുകളിൽപ്പെട്ട കൂട്ടരുടെ നേതാവാണ് കേരളത്തെ അഴിമതിയുടെ പേരിൽ ആക്ഷേപിക്കാൻ തയ്യാറാകുന്നത്. അതിനുവേണ്ടി കിഫ്ബി പൂട്ടിക്കും എന്നുവരെ ഭീഷണി ഉയർത്തുകയാണ്. ലൈഫ് പദ്ധതി അവസാനിപ്പിക്കും, ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിച്ചത് UDF കൺവീനറായിരുന്നു. ആ UDFൻ്റെ നശീകരണ രാഷ്ട്രീയത്തിന് ആയുധമാക്കാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും ഇറക്കി വിടുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൻ്റെ വികസനം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് കിഫ്ബിക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായി അന്വേഷണ ഏജൻസികളെ ഇറക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആദായനികുതി വകുപ്പിനെയാണ് ഇറക്കിയത്. കിഫ്ബിയെ തകർത്തിട്ട് എന്താണ് ഇക്കൂട്ടർ നേടാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ, റോഡുകൾ, ആശുപത്രികൾ, പാലങ്ങൾ, ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യ വികസനമൊന്നും ഇനി വേണ്ടതില്ല എന്നാണോ?
അവർ സ്വന്തം നേട്ടമായി അവതരിപ്പിക്കുന്ന പാലാരിവട്ടം പാലം പോലെ പൊളിഞ്ഞുപോയ കാര്യങ്ങൾ നാടിൻ്റെ ശ്രദ്ധയിലുള്ളതുമാണ്. ഇതിൽ ഈ ജനവിധി വികസന വിരോധികൾക്കുള്ള കൃത്യമായ മറുപടിയായിരിക്കും. ഇവിടെ LDFനെ നേരിടുന്നത് UDFും BJPയും ഒന്നിച്ചാണ്. അവർ തമ്മിലുള്ള ഐക്യം ഇപ്പോൾ തുടങ്ങിയതല്ല. പല കാര്യങ്ങളിലും ഒരേപോലെയാണ് അവർ നിൽക്കുന്നത്, വലിയ വ്യത്യാസമില്ലാതെ. ചരിത്രം നോക്കിയാൽ തന്നെ അത്തരം കാര്യങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം 2 വംശഹത്യകളാണ് നടന്നത്. ഒന്ന് 1984 സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത ഡൽഹിയിലെ സംഭവം. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരുന്നു. 2002 ഗുജറാത്തിൽ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ സംഭവം സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു. രണ്ടും വംശഹത്യയായിട്ടാണ് നമ്മുടെ രാജ്യം തന്നെ കണക്കാക്കിയത്. ഇത്തരമൊരു പാരമ്പര്യത്തിൽ നിന്ന് ഇപ്പോഴും ഇവർ മുക്തരായിട്ടില്ല. അങ്ങനെയുള്ളവർ കേരളത്തിൽ വന്ന് അക്രമത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ എന്താണ് ആളുകൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 3-4 മാസം കൊണ്ടാണ് 6 കമ്മ്യൂണിസ്റ്റുകാരെ തള്ളിയത്. ഇപ്പോൾ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളായി അവതരിക്കാനാണ് ശ്രമിക്കുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പുറപ്പെടുന്നതിന് മുൻപ് അവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ: സ്വന്തം മുഖം കണ്ണാടിയിലൊന്ന് നോക്കി കാണുന്നത് നല്ലതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം നിരീക്ഷിച്ചാൽ മുന്നിൽ വരുന്ന പ്രവണത വ്യക്തിപരമായ ആക്രമണങ്ങളുടേതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലിരിക്കുന്നവരെയും കുടുംബാംഗങ്ങളെയും നീചമായി കടന്നാക്രമിക്കുകയാണ്. അത് മറ്റൊരു തന്ത്രമാണ്. ഇതിന് അഖിലേന്ത്യാ നേതാക്കളെ പോലും ഉപയോഗിക്കാനാണ് കോൺഗ്രസ് തയ്യാറാകുന്നത്. കേരളത്തെക്കുറിച്ചോ ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ചോ ഇവിടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാത്തവർ ഇവിടെ പറന്നിറങ്ങി സംസ്ഥാന നേതാക്കൾ ചൊല്ലുന്നത് ഏറ്റുപാടുകയാണ്. അവർക്ക് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാകുന്നില്ല. യഥാർത്ഥത്തിൽ അവർ അറിയുന്നില്ല. അതാണ് പ്രശ്നം. യൂദാസിൻ്റെയും യേശുവിൻ്റെയുമൊക്കെ പേര് പറഞ്ഞ് ആരെയെങ്കിലുമൊക്കെ ആകർഷിക്കാൻ പറ്റുമോ എന്ന് വ്യാമോഹിക്കുന്നവരുമുണ്ട്. ഇതേ ആളുകൾ തന്നെയാണ് ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ പ്രാർത്ഥിക്കാനോ യാത്ര ചെയ്യാനോ
സ്വാതന്ത്ര്യം നൽകാത്തവണ്ണം ക്രൈസ്തവരെ ഉപദ്രവിച്ചത്. ഗ്രഹാം സ്റ്റേൺസിനെയും അദ്ദേഹത്തിൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നു തള്ളിയത് ആരും മറന്നിട്ടില്ല. കാണ്ടമാലും മറന്നിട്ടില്ല. അതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് കേന്ദ്രഭരണത്തിൽ സ്ഥാനമാനങ്ങൾ നൽകിയതും അങ്ങനെ മറക്കാനാകുന്നതല്ല. ഈ സർക്കാരിനെതിരെ ഉന്നയിച്ച ഒരാരോപണം പോലും വിശ്വാസ്യതയുള്ളതാണ് എന്ന് തെളിയിക്കാൻ ഇതേവരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കുന്നവരുടെ വിശ്വാസ്യതയാണ് തകർന്നു പോകുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് കേരളത്തിലുടനീളമുള്ള LDF അനുകൂല ജനമുന്നേറ്റത്തിൽ തെളിയുന്നത്. അതുതന്നെയാണ് തെരഞ്ഞെടുപ്പ് സർവേകളിലും പ്രതിഫലിച്ചത്. ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ പിടിവിട്ടുപോയവരുടെ അവസാനത്തെ അടവാണ് അപവാദ പ്രചരണം. പല ആയുധങ്ങളും അണിയറയിൽ തയ്യാറാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യാജ സന്ദേശങ്ങൾ, കൃത്രിമ രേഖകളുടെ പകർപ്പുകൾ, ശബ്ദാനുകരണത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന സംഭാഷണങ്ങൾ, ഇങ്ങനെ പലതും ഇപ്പോൾ തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതൊന്നും മതിയാവില്ല എന്ന് ഇവർക്ക് എപ്പോഴാണ് മനസ്സിലാവുക എന്നറിയില്ല. സംഘപരിവാറിൻ്റെ കൈപിടിച്ച് കേന്ദ്ര ഏജൻസികളുടെ അകമ്പടിയോടെ കേരളത്തിലെ LDFനെ തകർക്കാൻ ഒരുമ്പെട്ടിറങ്ങിയ UDFന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ റോൾ തന്നെ ഇല്ലാതായി വരും. LDF സർക്കാരിനെയും അതിൻ്റെ നേതൃത്വത്തിലുള്ളവരെയും നീചമായി സ്വഭാവഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന അവിശുദ്ധ സഖ്യത്തിന് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജനവിധി നാടിൻ്റെ വികസനത്തിനുള്ളതാവും. വികസന വിരോധികളെ ഉറപ്പായും മൂലക്കിരുത്തും. ഇപ്പോഴേ തീരുമാനമെടുത്തു കഴിഞ്ഞ നിലയിലാണ് ജനങ്ങളുടെ പ്രതികരണം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകുന്നത്. ഇത്രയാണ് ഇന്ന് പങ്കുവെക്കാനുള്ള വിവരങ്ങൾ. അല്ല, ഇത് ഈ കോലീബി സഖ്യത്തിന് ശേഷം ഒരു തവണ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പ്രമുഖനായ ഒരു RSS നേതാവ് ഞങ്ങളുടെ സഹായം കൊണ്ടാണ് അധികാരത്തിലിരിക്കുന്നത് എന്ന് ഓർമ്മ വേണമെന്ന് പരസ്യമായി പറഞ്ഞിരുന്നു. അത് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നേരത്തെ തന്നെ പരീക്ഷിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, അതിൻ്റെ ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ശരിയായ ഫലം കിട്ടിയത് കഴിഞ്ഞ ഈ നിയമസഭ ഇതിൽ അക്കൗണ്ട് തുടങ്ങാൻ കഴിഞ്ഞതിലൂടെയാണ്. നിയമം
BJPക്ക് ജയിക്കാൻ കഴിഞ്ഞത് BJPയുടെ ശക്തി കൊണ്ട് മാത്രമല്ല എന്നത് ജയിച്ച ഒ രാജഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടി. അതിന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അറിവുണ്ടായിരുന്നു. ഇത് പ്രാദേശിക ധാരണയാണ്. ആ പ്രാദേശിക ധാരണ ഇനിയും തുടരും. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ എല്ലാം ഗുണം BJPക്കാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ BJPയുടെ ഗുണത്തിന് വേണ്ടി BJP ആവിഷ്കരിക്കുന്ന ചില അടവുകളുണ്ട്. ഇത് തൽക്കാലം കുറച്ച് വോട്ട് കിട്ടാനോ 1-2 സീറ്റ് കിട്ടാനോ വേണ്ടി നാടിന് വരുന്ന ആപത്ത് മനസ്സിലാക്കാതെ മതനിരപേക്ഷതയ്ക്കുണ്ടാക്കുന്ന പോറൽ മനസ്സിലാക്കാതെ കോൺഗ്രസും UDFും അതിനോടൊപ്പം അണിനിരക്കുന്ന കാഴ്ചയാണ്, അവരുടെ കെണിയിൽ വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് മതനിരപേക്ഷ ശക്തികൾ തിരിച്ചറിയുന്നുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ രാജ്യമാകെ മതനിരപേക്ഷ ശക്തികൾ എതിർക്കുന്ന കേരളത്തിൽ LDF ഗവൺമെൻറ് നടപ്പാക്കില്ല എന്ന് പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതി അടക്കം അനുകൂലിക്കുന്ന തരത്തിലുള്ള സമീപനം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത്തരമൊരു സമീപനം സ്വീകരിച്ചതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസോ UDFോ അവരുടെ നേതാക്കൾ ആരെങ്കിലുമോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. അപ്പോൾ എത്രമാത്രം ആപൽക്കരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നാണ് നാം കാണേണ്ടത്. ഇവിടെ ഇത് പൗരത്വ നിയമ ഭേദഗതി നടപ്പിലായാലുള്ള ഡീറ്റൻഷൻ ക്യാമ്പിൽ ചിലർ പ്രതീക്ഷിക്കുന്നത് ആദ്യം ഒരു വിഭാഗത്തെയാണ് ഡിറ്റൻഷൻ ക്യാമ്പിൽ അടക്കുക. സ്വാഭാവികമായിട്ട് അതായിരിക്കും. പക്ഷേ ആ വിഭാഗത്തെ മാത്രമല്ല കേന്ദ്രീകരിക്കുക. ഈ ഫാസിസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് നമ്മളിപ്പോൾ മ്യാൻമറിൽ കാണുന്നുണ്ടല്ലോ. പഴയ ജർമ്മനിയുടെ ഉദാഹരണം ഒന്നും എടുക്കണ്ട, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ റോഹിംഗ്യകളെ ആക്രമിക്കുമ്പോൾ അവിടുത്തെ ഭൂരിപക്ഷക്കാർ വിചാരിച്ചു പോവാ ഇത് അവിടുത്തെ ന്യൂനപക്ഷത്തെയല്ലേ, നമുക്കൊന്നും ബാധകമല്ലായിരുന്നു. ഇപ്പോൾ എന്തായി? അവിടുത്തെ ഭൂരിപക്ഷത്തെ തന്നെ ആക്രമിക്കുന്നിടത്തേക്ക് എത്തി. ഇതാണ് ഫാസിസത്തിൻ്റെ ഒരു രീതി. ഇവിടെ ഡിറ്റൻഷൻ ക്യാമ്പായാലും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കാണണ്ട. തങ്ങൾക്ക് അനഭിമതരായി തോന്നുന്ന എല്ലാവർക്കുമുള്ള ക്യാമ്പായിട്ട് അത് മാറും. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒരു ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ടതല്ല. മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ചു പോവുക എന്നതാണ് ആവശ്യം. അതാണ് UDFന് കോൺഗ്രസ്സിന് കഴിയാത്തത്. അത് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണല്ലോ. ഒത്തുകളിയാണ്. അതിൻ്റെ അന്വേഷണ ഏജൻസികൾ തന്നെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കിയതാണ് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ. അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് കാണേണ്ടത്. അതല്ലേ ഞാൻ പറഞ്ഞ പഴയ ഈ വരാൻ പോകുന്ന നുണകളിൽ ഒന്ന്. അത് പക്ഷേ തുടങ്ങുമ്പം തന്നെ ചീറ്റിപ്പോയി എന്നാണ് തോന്നുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് ആഴക്കടൽ മത്സ്യബന്ധന കാര്യത്തിൽ നേരത്തെ തന്നെ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ KSIDCയുടെ ധാരണാപത്രം അത് റദ്ദാക്കുന്നതിന് വേണ്ടി മന്ത്രി തന്നെ KSIDCയോട് വ്യവസായ മന്ത്രി തന്നെ ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ 24/2/2021
കൊടുത്തിട്ടുള്ള കത്ത്, ഇൻ ദ സർക്കംസ്റ്റാൻസസ് the above referred MOU may be cancelled with immediate effect. ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി EP ജയരാജൻ ഒപ്പിട്ട് കൊടുത്ത കത്താണിത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് റദ്ദാക്കിയതുമാണ്. EMCC കമ്പനിയുമായി KSIDC MD ഒപ്പുവെച്ചു എന്ന് പറയുന്ന ധാരണാപത്രത്തിൽ, ആ ധാരണാപത്രം എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ വന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒപ്പുവെക്കുന്നൊരു കാര്യം മാത്രമാണ്. സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യവും അതിൻ്റെ തുടർച്ചയായിട്ട് നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ധാരണാപത്രത്തിൻ്റെ ഭാഗമായിട്ട് നടത്താൻ പോകുന്ന നിക്ഷേപത്തിനും സൃഷ്ടിക്കാൻ പോകുന്ന തൊഴിലവസരത്തിനും സർക്കാരിൻ്റെ നയത്തിനും ചട്ടങ്ങൾക്കും നടപടിക്രമത്തിനും അനുസൃതമായി ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്നാണ് ആ ധാരണാപത്രത്തിൽ തന്നെ പറഞ്ഞത്. ഇതിനെ തുടർന്ന് ഒരു കരാറിലും ഇവരുമായി ഏർപ്പെട്ടിട്ടുമില്ല. ഇവർ ഈ ധാരണാപത്രം റദ്ദാക്കണമെന്ന് 24 നിർദ്ദേശം നൽകിയത് ഞാൻ വായിച്ചല്ലോ. ഇതിനെ തുടർന്ന് ഫെബ്രുവരി 26 ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുള്ള KSIDC MD ധാരണാപത്രം ഉടൻ പ്രാബല്യത്തിൽ റദ്ദാക്കുന്നതായി രേഖാമൂലം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് KSIDC ഫെബ്രുവരി 26 തന്നെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ലഭ്യമാക്കുകയും ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറത്ത് 4 ഏക്കർ ഭൂമിക്ക് വേണ്ടി അവർ അപേക്ഷിച്ചിരുന്നു ഈ EMCC. അത് അവർ നിർദ്ദിഷ്ട തുക അടച്ചാൽ മാത്രമാണ് അലോട്ട് ചെയ്യപ്പെടുക. അതൊന്നും നടന്നിട്ടില്ല. അവരപേക്ഷിച്ചത് മാത്രമേ ഉള്ളൂ. ആ കത്തും റദ്ദ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റദ്ദാക്കിയ ധാരണാപത്രം റദ്ദാക്കിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അതറിയാതെയല്ല, അത് ബോധപൂർവമാണ്. എന്നിട്ട് ഇതിൻ്റെ മേലെ വലിയ തോതിലുള്ള പ്രക്ഷോഭത്തിലേക്ക് പോകാൻ കഴിയുമോ എന്നാണ് നോക്കിയത്. തീരദേശത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകുമോ? ആ ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഇപ്പം എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു. എന്നാൽ ആ പുറത്തു വന്ന കാര്യങ്ങൾ സമ്മതിക്കാൻ തയ്യാറല്ല. പിന്നെ അവിടുന്ന് ഉരുണ്ട് കളിക്കാനാണ് തയ്യാറാക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം തന്നെ ഇത്തരം കാര്യങ്ങളുടെ പ്രചാരണം ഏറ്റെടുക്കുകയാണ്. വസ്തുതകളുടെ പ്രചരണമല്ല, ഇങ്ങനെ പടച്ചുവിടുന്ന നുണകളുടെ പ്രചാരണം ഏറ്റെടുക്കുകയാണ്. ഇവിടെ തീരദേശത്തെ ജനങ്ങൾക്ക് മുന്നിൽ യഥാർത്ഥ കുറ്റവാളി കോൺഗ്രസ്സാണ്. ആഴക്കടൽ വിദേശ ട്രോളറുകൾക്ക് തുറന്നു കൊടുക്കുക മാത്രമല്ല, നമ്മുടെ പാവം മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന് വിദേശികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഒരുക്കിയതും കോൺഗ്രസ് ആയിരുന്നു. ആ വിദേശികൾക്ക് ശിക്ഷ ലഭിക്കാതിരുന്നതിന് കാരണക്കാരും കേന്ദ്രത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJP കൂടിയാണ്. അതേസമയം കേരളത്തിൻ്റെ സ്വന്തം സൈന്യമായി
മത്സ്യത്തൊഴിലാളികളെ കണ്ട് ആദരിക്കാനും ഇനി അങ്ങോട്ട് ആ വിഭാഗത്തെ പ്രത്യേകമായി തന്നെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമെന്നും LDF പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. LDFിൻ്റെ നയം ആ തരത്തിലുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള LDFിനെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും, ആളുകളുടെ ഇടയിൽ മോശമായി ചിത്രീകരിക്കാൻ കഴിയും. ഇതാണ് ഇത്തരം പ്രചരണങ്ങളുടെ ഉദ്ദേശം. അല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത്ര കഠിന വിവരങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പഴയ കേന്ദ്രത്തിൻ്റെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു. ഷായുടെ സഹമന്ത്രിയായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടോ എന്നുള്ളത്. അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കുറേ ശ്രമം നടത്തിയിരുന്നല്ലോ. അന്നും ഇന്നും പിണറായി വിജയൻ ഇങ്ങനെ തന്നെ ഉണ്ടല്ലോ, വലിയ ശ്രമങ്ങൾ നടത്തിയതായിരുന്നല്ലോ. ആഗ്രഹത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ ആരെയാണോ ക്രൂശിക്കാൻ പുറപ്പെടുന്നത് അയാൾ കൂടി സഹായിക്കണം. എങ്ങനെ? ചില അബദ്ധങ്ങൾ, തെറ്റുകളൊക്കെ കാണിക്കണം. സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണം. എന്തേ മുല്ലപ്പള്ളി രാമചന്ദ്രന് സകല കഴിവെടുത്ത് പ്രയോഗിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്? അത് ജുഡീഷ്യൽ പരിശോധനയിൽ നിഷ്കരണം തള്ളിപ്പോയത് എന്തുകൊണ്ടായിരുന്നു? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ആ ഓലപ്പാമ്പൊന്നും കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കണ്ട. ഇനി മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത്ര പിടിപാട് അവിടെ ഉണ്ടെങ്കിൽ അത് നോക്ക്. അതേ പറയാനുള്ളൂ അക്കാര്യത്തിൽ. അതിപ്പോൾ വ്യക്തമായല്ലോ. ആ ഫോണ് അവർ വില കൊടുത്ത് വാങ്ങിയതാണ് എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലോ. അത് അന്വേഷണ ഏജൻസി കണ്ടെത്തി എന്നതും റിപ്പോർട്ടായി വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലർ ബോധപൂർവമായ താല്പര്യത്തോടെ വാർത്തകളായി കൊടുക്കുകയാണ്. അത് ചില അന്വേഷണ ഏജൻസികൾ പുറത്തു വിടുന്നു. ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് ആദ്യം പുറത്തു വിടുന്നത്. അതിൻ്റെ വാർത്തകൾ കൊട്ടിഘോഷിക്കുന്നതില ചില മാധ്യമങ്ങളെ നേരിടുന്നു. എന്താണ് വസ്തുത എന്ന് അന്വേഷിക്കാൻ പോലും പുറപ്പെട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഫോണാണ്, ഞാൻ എൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത് എന്ന്. ഒരു പ്രത്യേക ഫോണിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വ്യക്തി, മറ്റേ സന്തോഷം, എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഫോണാണിത്, ഈ ഫോൺ എൻ്റെ കയ്യിലാണുള്ളത്. എന്നാലും വിടില്ല, എന്നാലും വിനോദിനിയെ ഒന്ന് ക്രൂശിച്ച് കളിയാം എന്ന മട്ടിലാണ് പുറപ്പെട്ടത്. ഇപ്പോൾ അവർ കൊടുത്ത പരാതിയിൽ പരിശോധന നടത്തിയിട്ട് അന്വേഷണ ഏജൻസി തന്നെ ഇത് കണ്ടെത്തിയിരിക്കുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതാണ് സ്ഥിതി. ഓ, കേട്ടില്ല. ഇരട്ട വോട്ട് ഇപ്പം വന്നിടത്തോളം എല്ലാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ, വേണ്ടപ്പെട്ടവർ എല്ലാം ആണല്ലോ ഈ ഇരട്ട വോട്ടിൽ പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു വെബ്സൈറ്റിലാക്കി ഇതെന്തോ ഒരു മഹാകാര്യമാണെന്ന മട്ടിൽ ഇന്നലെ രാത്രി തൊട്ട് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കോടതിയും അതിലൊരു നിലപാടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഈ ഇരട്ട വോട്ടുള്ള ആൾക്ക് ഇരട്ട വോട്ട് ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. അത് കാര്യങ്ങൾ സുതാര്യമായി നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നിടത്തോളം കാര്യങ്ങൾ കോൺഗ്രസ് ബോധപൂർവം തന്നെ കുറേ വോട്ടുകൾ ഇരട്ടിയായി ചേർക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കത്തക്കതാണ്. അതാണ് ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പ്രധാനികൾ തന്നെ പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങൾ.
ഓ കോവിഡ് മാനദണ്ഡങ്ങൾ ഇപ്പോഴും പാലിച്ച് തന്നെ പോകണം. ഇപ്പോൾ ഞാൻ കണ്ട ഒരു പ്രത്യേകത, ഇപ്പോൾ എല്ലാ യോഗങ്ങളിലും പോകുമ്പോൾ കാണുന്നത് എല്ലാവരും കൃത്യമായി മാസ്ക് ധരിച്ചിട്ടുണ്ട്. മാസ്ക് ധരിക്കുക എന്നുള്ളത് ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പിന്നെ ശാരീരിക അകലം പാലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അതിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ ഇരുന്നിട്ടുള്ളത് വളരെ അടുത്തടുത്തല്ലേ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെതായ കുറച്ചൊരു മാറ്റവും വരുന്നുണ്ട് കോവിഡ് വ്യാപന കാര്യത്തിൽ. അതിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരി. അതേസമയം വാക്സിനേഷൻ ഇന്ന് മുതൽ 45 വയസ്സിന് മേലെയുള്ളവർക്ക് ആരംഭിക്കുകയാണ്. നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ വാക്സിനേഷൻ നടത്താൻ പറ്റിയിട്ടുണ്ട്. അത് കൂടുതൽ വ്യാപിപ്പിക്കണമെന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇ പി ജയരാജൻ എന്തോ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞതാണത്. അതായത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവരെല്ലാം ഈ വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ആ അഭിപ്രായങ്ങൾ പാർട്ടി എപ്പോഴും മാനിക്കാറുമുണ്ട്. എന്നാൽ അവസാന തീരുമാനം പാർട്ടി എടുക്കും. ആ തീരുമാനം എല്ലാവരും അനുസരിക്കുകയും ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഒരു പൊതുരീതി. അത് മറ്റു കാര്യങ്ങൾ എന്താ അദ്ദേഹം പറഞ്ഞതെന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇതാണ് ഞങ്ങളുടെ രീതി എന്നത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്താം ഇന്ന്.